മെഡിറ്റേഷൻ എത്ര ചെയ്തിട്ടും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓക്കെ സ്ഥിതിയൊക്കെ ശരിയാണ്, എൻ്റെ മൈൻഡ് സെറ്റപ്പൊക്കെ ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ടും എനിക്ക് എൻ്റെ ലൈഫിലേക്ക് അതിന് ആപ്ലിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നമ്മുടെ സീനിയർ മോസ്റ്റ് ആയിരിക്കുന്ന ജഗദീഷ് ഭായി നമ്മളോട് പറഞ്ഞതായിട്ടുള്ള കാര്യം ഞാൻ ഓർത്തു പോവുകയാണത്. ഐ തിങ്ക് നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ 95% അതിൻ്റെ ആർട്ട് ബുക്സ് എഴുതിയിട്ടുള്ള ആൾ ജഗദീഷ് ഭായിയാണ്. പൂർണ്ണമായിട്ടുള്ള പേര് ജഗദീഷ് ചന്ദ്ര ഹസീജ, സംസ്കൃതത്തിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരിക്കൽ നിങ്ങൾക്ക് എഴുതാനുള്ളതായിരിക്കുന്ന ഐഡിയാസ് എവിടുന്ന് വരുന്നു എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ അതിനു വേണ്ടി ചെയ്യുന്ന കാര്യം മെഡിറ്റേഷൻ്റെ ആഴത്തിൽ എന്ന് വെച്ചാൽ അർത്ഥം ഗഹനമായിരിക്കുന്ന ആഴം, ഡീപ്പ് സൈലൻസ്. ആ സൈലൻസിൻ്റെ അവസ്ഥയിലിരിക്കുമ്പോൾ എപ്പോഴാണോ സൈലൻസിൽ ഞാൻ ബ്യൂട്ടിഫുള്ളായിട്ട് ഒഴുകി നടക്കുന്നത്, അത് കഴിഞ്ഞാൽ ആ അടുത്ത സെക്കൻഡിൽ എൻ്റെ മനസ്സിലേക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഐഡിയാസ് ഫ്ലോ ചെയ്യുന്നതാണ്. അതായത് മെഡിറ്റേഷനിലൂടെ നിങ്ങൾ ഡീപ്പ് സൈലൻസിൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ തീറ്റ വേവ്സിൽ പോവുകയും സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുകയും ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തു കൂടി ആ കാര്യം നടക്കണം, ഈ കാര്യം നടക്കണം, അത് ശരിയായിട്ടില്ല, ഇത് ശരിയായിട്ടില്ല, ഇങ്ങനെ മനസ്സ് ഏകാഗ്രാക്കാൻ നോക്കുകയും കാര്യങ്ങൾ മനസ്സിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുകയും കാര്യങ്ങളുടെ യുദ്ധത്തിൽ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന രീതിയാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് നമ്മളിരിക്കുന്നത് ശരീരത്തിൽ ഇരുത്തിയിട്ടുണ്ടാവും, മെഡിറ്റേഷൻ്റെ സ്റ്റേജ് എങ്ങനെ അങ്ങ് ഇരുത്തിയിട്ടുണ്ടാവും, ധ്യാന മുദ്രയിൽ ഇരുത്തിയിട്ടുണ്ടാവും, ഒരു പക്ഷേ പത്മാസനത്തിൽ തന്നെ നിങ്ങൾ ഇരുത്തിക്കോ. പക്ഷേ മനസ്സിന് ഗഹനമായിരിക്കുന്ന ശാന്തിയുടെ അനുഭൂതി അഥവാ ആഴത്തിലുള്ള ശാന്തിയുടെ അനുഭൂതി ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സബ് കോൺഷ്യസ് മൈൻഡ് പൂർണ്ണമായിട്ട് ആക്റ്റീവ് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്വയം അവനവനെ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം, ആ മെഡിറ്റേഷൻ സമയത്ത് ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്തു, അത് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തു, നെക്സ്റ്റ് തോട്ടിലേക്ക് പോയി, അങ്ങനെ തോട്ട്സിൽ നിന്ന് മറ്റൊരു തോട്ട് പോസിറ്റീവ് ആയിരിക്കാം, പവർഫുൾ തോട്ട്സ് ആയിരിക്കാം. പക്ഷേ ഡീപ്പ് സൈലൻസിൻ്റെ സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആക്റ്റീവ് ആക്കുകയും കുറഞ്ഞ സമയം, ഈവൻ നിങ്ങളൊരു 10 മിനിറ്റ് സമയം ആ ഡീപ്പ് സൈലൻസ് അനുഭവിച്ചാൽ പോലും അതിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്രിയേറ്റിവിറ്റിയും ആക്റ്റീവായി കിട്ടും. അവിടേക്ക് എത്താത്തത് കൊണ്ടാണ് മെഡിറ്റേഷൻ ചെയ്തിട്ടും എനിക്ക് റെമഡി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തിട്ടും എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്നില്ല നിങ്ങൾ പറയുന്നത്. അതിന് ശ്രമിച്ചാൽ മതി, അതിനു വേണ്ടി മാത്രം ലക്ഷ്യം വയ്ക്കൂ, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓം ശാന്തി.